കർത്താവെ, അങ്ങയുടെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ ഗ്രഹിക്കുന്നതിന് ഏഴയാകുന്ന അടിയങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. 45-ാം അധ്യായം. അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ അടക്കുവാൻ വയ്യാതെ എല്ലാവരെയും എന്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവീൻ എന്ന് യോസഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ യോസഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കലുണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രയീമ്യരും ഫറവോന്റെ ഗ്രഹവും അത് കേട്ടു. യോസഫ് സഹോദരന്മാരോട്, ഞാൻ യോസഫ് ആകുന്നു, എന്റെ അപ്പൻ ജീവനോടിരിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർ അവന്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസഫ് സഹോദരന്മാരോട്, ഇങ്ങോട്ട് അടുത്ത് വരുവീൻ എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി. ഊഴവും കൊയ്ത്തും ഇല്ലാതെ 5 സംവത്സരം ഇനിയുമുണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി വിശേഷിക്കേണ്ടതിന് വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോനും പിതാവും എന്റെ ഗൃഹത്തിനൊക്കെയും യജമാനും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു. നിങ്ങൾ ബന്ധപ്പെട്ട് എന്റെ അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടതെന്തെന്നാൽ, നിന്റെ മകനായ യോസഫ് ഇപ്രകാരം പറയുന്നു, ദൈവം എന്നെ മിസ്രയീമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു. നീ താമസിയാതെ എന്റെ അടുക്കൽ വരേണം. നീ ഗോശേൻ ദേശത്ത് പാർത്ത് എനിക്ക് സമീപമായിരിക്കും. നീയും മക്കളും മക്കളുടെ മക്കളും നിന്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെയും തന്നെ. നിനക്കും കുടുംബത്തിനും നിനക്കുള്ള സകലത്തിനും ദാരിദ്ര്യത്തിനും നേരിടാത്ത വണ്ണം ഞാൻ അവിടെ നിന്നെ പോഷിപ്പിക്കും. ക്ഷാമം ഇനിയും 5 സംവത്സരം നിൽക്കും. ഇതാ ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് നിങ്ങളും എന്റെ അനുജൻ ബെന്യാമിനും കണ്ണാലെ കണ്ണാകുന്നുവല്ലോ. മിസ്രയീമിൽ എനിക്കുള്ള മഹത്വം നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം. എന്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം. അവൻ തന്റെ അനുജൻ ബെന്യാമിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ബെന്യാമിൻ അവനെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അവൻ സഹോദരന്മാരെയൊക്കെയും ചുംബിച്ചു കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അതിനുശേഷം സഹോദരന്മാർ അവനുമായി സല്ലാപിച്ചു. യോസഫിന്റെ സഹോദരന്മാർ വന്നിരിക്കുന്നു എന്നുള്ള കേൾവി ഫറവോന്റെ അരമനയിൽ എത്തി. അത് ഫറവോനും അവന്റെ ഭൃത്യന്മാർക്കും സന്തോഷമായി. ഫറവോൻ യോസഫിനോട് പറഞ്ഞത്, നിന്റെ സഹോദരന്മാരോട് നീ പറയേണ്ടതെന്തെന്നാൽ, നിങ്ങളിത് ചെയ്യുവീൻ. നിങ്ങളുടെ മൃഗങ്ങളുടെ പുറത്ത് ചുമട് കയറ്റി പുറപ്പെട്ട് കാനാൻ ദേശത്ത് ചെന്ന് നിങ്ങളുടെ അപ്പനെയും കുടുംബങ്ങളെയും കൂട്ടിക്കൊണ്ട് എന്റെ അടുക്കൽ വരുവീൻ. ഞാൻ നിങ്ങൾക്ക് മിസ്രയീം രാജ്യത്തിലെ നന്മ തരും. ദേശത്തിന്റെ പുഷ്ടി നിങ്ങൾ അനുഭവിക്കും. നിനക്ക് കൽപ്പന തന്നിരിക്കുന്നു. ഇതാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ പൈതങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി മിസ്രയീം ദേശത്ത് നിന്ന് രഥങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ അപ്പനെ കയറ്റിക്കൊണ്ടുവരേണം. നിങ്ങളുടെ സമ്മാനങ്ങളെ കുറിച്ചും ചിന്തിക്കേണ്ട. മിസ്രയീം ദേശത്തെങ്ങുമുള്ള നന്മ നിങ്ങൾക്കുള്ളതാകുന്നു. ഇസ്രായേലിലെ പുത്രന്മാർ അങ്ങനെ തന്നെ ചെയ്തു. യോസഫ് അവർക്ക് ഫറവോന്റെ കൽപ്പന പ്രകാരം രഥങ്ങൾ കൊടുത്തു. വഴിക്കു വേണ്ടുന്ന ആഹാരവും കൊടുത്തു. അവരിൽ ഓരോരുത്തരും ഓരോ വസ്ത്രവും, ബെന്യാമിനു 300 വെള്ളിക്കാശും 5 വസ്ത്രവും കൊടുത്തു. അങ്ങനെ തന്നെ അവൻ തന്റെ അപ്പന് 10 കഴുതപ്പുറത്ത് മിസ്രയീമിലെ വിശേഷ സാധനങ്ങളും 10 പെൺ കഴുതപ്പുറത്ത് വഴിച്ചെലവിനും ധാന്യവും ആഹാരവും കയറ്റി അയച്ചു. അങ്ങനെ അവൻ തന്റെ സഹോദരന്മാരെ യാത്രയയച്ചു. അവർ പുറപ്പെടുമ്പോൾ, നിങ്ങൾ വഴിയിൽ വെച്ചു ശണ്ട കൂട്ടരുതെന്ന് അവരോട് പറഞ്ഞു. അവർ മിസ്രയീമിൽ വെച്ച് പുറപ്പെട്ട് കാനാൻ ദേശത്ത് അപ്പനായ യാക്കോബിന്റെ അടുക്കിലെത്തി. അവനോട് യോസഫ്, ജീവനോടിരിക്കുന്ന അവൻ മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചു പോയി. അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല. യോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിനും വീണ്ടും ചൈതന്യം വന്നു. മതി, എന്റെ മകൻ യോസഫ് ജീവനോടിരിക്കുന്നു. ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു. ബാറക് മോർ.